ക്രിസ്മസിൽ താരം ഉണ്ണിയോ അമ്മയോ? എൽസീന ജോസഫ് ക്രിസ്മസ് ചിന്തകളുടെ കാണാപ്പുറങ്ങൾ പങ്കുവയ്ക്കുന്നു. ഉണ്ണി പിറക്കുമ്പോൾ എന്തുകൊണ്ടോ വിസ്മരിക്കപ്പെടുന്നത് അവൻ കിടന്ന സുരക്ഷിത താവളമാണ്. അമ്മയുടെ ഉദരത്തിൽ കോട്ടയ്ക്കുള്ളിൽ സുഖമായി കഴിഞ്ഞിരുന്ന കുഞ്ഞ് പുറത്തു വരുമ്പോൾ സർവ്വ കണ്ണുകളും ആ കുഞ്ഞുവാവയ്ക്ക് നേർക്കാവും. പാവം അമ്മ. 10 മാസത്തെ ജാഗ്രതയ്ക്കും ക്ലേശങ്ങൾക്കും ശേഷം പ്രസവ നിമിഷത്തെ കിട്ടുന്ന സമ്മാനം ഇതാണ്: തള്ളയെ ചവിട്ടി പിള്ള രാജാവാകുന്ന അവസ്ഥ. വളരും തോറും രാജാവാകുന്നത് കുഞ്ഞാണ്. അറിയപ്പെടുന്നത് അപ്പൻ്റെ പേരിലാണ്. എങ്ങാനും അടിപതറിയാൽ കുറ്റപ്പെടുത്താൻ നേരം തപ്പിയെടുക്കും അമ്മയെന്ന സാന്നിധ്യത്തെ. പിന്നെ ഒക്കെ അമ്മയുടെ വഴികേട്. വഴിയിൽ പരിത്യക്തരാകുമെന്നറിയുമ്പോഴും ഓരോ ഭാര്യയും ആഗ്രഹിക്കും അമ്മയാകാൻ. മക്കൾ കിരീടം വെച്ച് വാഴുന്നത് കാണാൻ, എല്ലാം ഉള്ളിൽ ഒതുക്കാനും ഒരു ചുവട് പിന്നിലേക്ക് നീങ്ങാനും തയ്യാറാകുന്നവർക്ക് അമ്മ എന്നല്ലാതെ മറ്റെന്ത് പേരാണ് ചേരുക? ക്രിസ്മസ് കാലത്തും സ്ഥിതി വ്യത്യസ്തമല്ല. എല്ലാ കണ്ണുകളും പുൽക്കൂട്ടിൽ പുഞ്ചിരി തൂക്കിക്കിടക്കുന്ന ദിവ്യ ശിശുവിലേക്കാണ്. ഇവിടെ ചിന്താവിഷയം മാതാവാണ്. മാതാവിൻ്റെ വഴിയിലൂടെ ഈ ക്രിസ്മസിനെ നോക്കിക്കാണുകയാണ് ലക്ഷ്യം. മറിയത്തിൻ്റെ വിരക്ത ഭർത്താവ് ഔസേപ്പിതാവ് വളർത്തച്ഛൻ്റെ സ്ഥാനത്താണ് അറിയപ്പെടുന്നത്. എല്ലാത്തിനും എപ്പോഴും മറിയത്തിൻ്റെ കൂടെ നിന്നവൻ, പക്ക നീതിമാൻ. പക്ഷേ പാവം മേരി, പ്രാർത്ഥനയും പരിത്യാഗവുമായി രക്ഷകനെ കാത്തിരുന്നവൾ, ദേവാലയം വീടുപോലെ കണ്ട് ജീവിച്ചവൾ, നന്നേ ചെറുപ്പത്തിൽ തന്നെ ദൈവദൂതന്റെ അരുളപ്പാട് കിട്ടിയവൾ, ഒന്നും തിരിയാത്ത പ്രായമെന്ന് മുതിർന്നവർ വിശേഷിപ്പിക്കുന്ന കാലത്ത് ദൂതൻ പറഞ്ഞത് കേട്ട് സ്വർഗത്തിന്റെ വിളി സ്വീകരിക്കുന്നു. കന്യക ഗർഭിണിയാകുന്നു. സത്രത്തിൽ ഇടം കിട്ടാതെ വലഞ്ഞപ്പോഴും കാലിത്തൊഴുത്തിൽ പ്രസവിച്ചപ്പോഴും ദൂതന്മാർ പാട്ടുപാടി ആഘോഷിച്ചപ്പോഴും മേരി ആശിച്ചു കാണും മകൻ മിടുക്കനാകുമ്പോൾ അമ്മയും കൂടെ കൊണ്ടു നടക്കുമെന്ന്. 40-ാം ദിവസം ദേവാലയത്തിൽ കുഞ്ഞിനെ സമർപ്പിക്കാൻ പോയപ്പോൾ അവിടുന്ന് ശിമിയോന്റെ വക ഫ്രീ ആയിട്ട് ഒരു ആശീർവാദം കിട്ടി: നിന്റെ ഹൃദയത്തിലൊരു വാൾ കടക്കും. തുടർന്നങ്ങോട്ട് പുത്രനെ ഓർക്കുമ്പോൾ മാതാവിന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ഒരേ ഒരു പുത്രൻ 12-ാം വയസ്സിൽ തിരുനാൾ സ്ഥലത്ത് വെച്ച് കാണാതാകുന്നു. മുതിർന്നപ്പോൾ ലോകം നന്നാക്കാൻ ചുറ്റിക്കറങ്ങുന്നവനായി മാറി. പിന്നാലെ ശത്രുക്കൾ അസംഖ്യം പെരുകുന്നു. സ്വസ്ഥമായി സംസാരിക്കാൻ പോലും നേരം കിട്ടാതെ മകൻ നാട് ചുറ്റി നടക്കുന്നു. എത്ര ആഗ്രഹിച്ചിരുന്നിരിക്കണം പരസ്യജീവിതത്തിൻ്റെ നാളുകളിലൊന്നിൽ മകൻ്റെ കൂടെ നടക്കാനും ഒരു നേരത്തെ ആഹാരം ഒന്നിച്ചിരുന്ന് കഴിക്കാനും ആ മുടിയിഴകളിലൂടെ വിരലൊന്നോടിച്ച് ലാളിക്കാൻ. ഇതൊന്നുപോലും അമ്മ മാതാവിന് സാധിച്ചതായി ഒരിടത്തും വായിച്ചിട്ടില്ല. ഭർത്താവില്ലാതെ ജീവിക്കുന്നവൾ, മകനൊന്നുള്ളത് പൊതുമുതലും. കാനായിലെ വീട്ടിൽ വെച്ച് സ്ത്രീയെ എന്ന് മകൻ വിളിച്ചപ്പോൾ ആ അമ്മയും ആഗ്രഹിച്ചിരുന്നു കാണില്ലേ അമ്മയെന്ന് വിളി കേൾക്കാൻ? പുത്രന്റെ കണ്ണിൽ കാരണം പലതും കാണും. എങ്കിലും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അല്പം കടുപ്പമെന്നേ മനസ്സിലാക്കാനൊക്കുന്നുള്ളൂ. 3 വർഷത്തെ സാഹസിക യാത്ര കാൽവരിയിൽ തീരാൻ പോകുന്നു. യാത്രയ്ക്കിടയിൽ അമ്മയും മകനും തമ്മിൽ കണ്ടുമുട്ടുന്നു. കുരിശിന്റെ വഴിയിലെ ഏറെ ഹൃദയഭേദകമായ രംഗം ഈ കൂടിക്കാഴ്ചയാണ്. അമ്മയും മകനും ഒന്നും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു എന്ന വാക്യം അർത്ഥമറിഞ്ഞ് ചൊല്ലിയാൽ കണ്ണു നിറയാത്തവർ ചുരുക്കം. ശരിക്കും എന്തിനായിരുന്നു മാതാവ് ഇത്രയുമൊക്കെ നിശബ്ദം സഹിച്ചത്? ഉത്തരം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വിളി കേട്ടതിൻ്റെ അർത്ഥം ശരിക്കും അറിഞ്ഞിരുന്നതുകൊണ്ട്. എന്തു നടക്കുമ്പോഴും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റുപറയാൻ മറിയം പഠിച്ചതിൻ്റെ വിലയാണ് ഈശോയുടെ ജീവിതത്തിൻ്റെ പുറം ലോകം വാഴ്ത്താത്ത സത്യം. അങ്ങനെയെങ്കിൽ ഓരോ തിരുപ്പിറവിയും അമ്മയുടെ സമർപ്പണത്തിൻ്റെ വിലയല്ലേ? കാൽവരിയോളം മൗനം പാലിച്ചും എല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചും ഹൃദയത്തിൻ്റെ വ്യാകുലങ്ങളെ കൃപയുടെ പ്രകാശകിരണങ്ങളാക്കാൻ മറിയം ഇറങ്ങിത്തിരിച്ചിടത്താണ് യഥാർത്ഥത്തിൽ ക്രിസ്മസിൻ്റെയും ദുഃഖവെള്ളിയുടെയും ഈസ്റ്ററിൻ്റെയും പവിത്രത കിടക്കുന്നത്. ഓരോ ക്രിസ്മസ് രാവിലും പിറക്കുന്നത് ഉണ്ണിയെങ്കിലും എഴുതപ്പെടാതെ പോകുന്ന മറ്റൊരു ജനനമുണ്ട്. മേരി എന്ന കന്യക പരിപൂർണ സമർപ്പണത്തിലേക്കും അവിടുന്ന് ദൈവമാതാവായി പുനർജനിച്ചതും. ഒന്നോർത്താൽ എന്തുകൊണ്ട് ക്രിസ്മസ് ലിമിറ്റഡ് എഡിഷൻ ആയിപ്പോയി? ഒന്ന്, മേരിയെപ്പോലെ
വേറെ ഒരുവളും സമ്മതം മൂളിയില്ല. ജോസഫിനെ പോലെ വേറെ ഒരുവനും അറിയാത്ത ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. 3. മകൻ്റെ വഴിയിൽ എൻ്റെ മോൻ എന്ന സ്വാർത്ഥചിന്ത ഒഴിഞ്ഞു വെച്ചുകൊണ്ട് പിന്നാലെ കൂടിയില്ല. കുരിശേറാൻ പോകുമ്പോഴും പ്രാർത്ഥനയോടെ അനുധാവനം ചെയ്തില്ല. 4. ഹൃദയം സഹനത്തിൻ്റെ വാൾ കൊണ്ട് മുറിയാനും ചോരയൊഴുകാനും നിശബ്ദം സഹിക്കാനും അനുവദിച്ചില്ല. ഈ 4 കടമ്പകൾക്ക് സമ്മതമെങ്കിൽ തിരുപ്പിറവികൾ ഇന്നും ആവർത്തിക്കപ്പെടും. നല്ല ക്രിസ്തു അനുയായികൾ പിറവിയെടുക്കേണ്ടത് ഈ നൂറ്റാണ്ടിൻ്റെ ആവശ്യമാണ്. അതിനാദ്യമായി ഇതുപോലൊരു അമ്മ പിറക്കണം. അപ്പോൾ തനിയെ തിരുപ്പിറവികളും ആവർത്തിക്കപ്പെടും. 2000 വർഷങ്ങൾക്ക് മുൻപ് അവസാനിച്ചതാവരുത് തിരുപ്പിറവി. നമ്മുടെ ഭവനങ്ങൾ തിരുക്കുമാരൻ്റെ ജനനത്തിനൊരുങ്ങുന്ന ബെത്ലഹേമാക്കി തീർക്കേണ്ടത് ഈ ക്രിസ്മസിന് സ്വർഗമേൽപ്പിക്കുന്ന ദൗത്യമാണെന്ന് മനസ്സിലാക്കാം. ഓർക്കുക, ഞാനും നിങ്ങളും വിസമ്മതിച്ചാൽ പോയ വർഷങ്ങളിലെ ക്രിസ്മസ് പോലെ ഈ ക്രിസ്മസും കടന്നു പോകും. ശരിക്കൊന്നൊരുങ്ങി പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് ഇതാ കർത്താവിൻ്റെ ദാസി, ദാസൻ എന്ന് പറയാൻ തയ്യാറായാൽ ഈ ക്രിസ്മസിന് ഉണ്ണി പിറക്കും തീർച്ച. പിതാവിൻ്റെ കയ്യിൽ ഉണ്ണിയുണ്ട്. ഏറ്റുവാങ്ങാൻ കൈകൾ അന്വേഷിച്ച് അവർ കാത്തിരിക്കുന്നു. ഒരു സമ്മതം മൂളൽ മതി ചരിത്രത്തിൽ പുതിയൊരു ഏട് തുറക്കാൻ.